ഓരോ പോയിന്റിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണേ കരളെ VS എന്ന് പറഞ്ഞ് നിങ്ങളുടെ കണ്ണും കരളുമാണ് VS എന്ന് ആവർത്തിച്ച് ഇനിയും മരിക്കില്ല ഓർമ്മകൾ എന്നുറപ്പിച്ച് ഇടനെഞ്ചിലുണ്ടാകും സഖാവ് എന്ന് ഓർമ്മിപ്പിച്ച് യാത്രയയപ്പ് നൽകുകയാണ് ഓരോ മനുഷ്യരും. നേരിട്ട് VS ഇടപഴകിയിട്ടുള്ളവരല്ല, നേരിട്ട് എന്തെങ്കിലും സഹായങ്ങൾ എത്തിച്ചിട്ടുള്ളവരല്ല, നേരിട്ട് കണ്ടിട്ടോ കേട്ടിട്ടോ ഉള്ളവരായിരിക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണ്, ഞങ്ങളുടെ ജനനായകനാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഓരോ മനുഷ്യരും VS കടന്നു പോകുന്ന ഇടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനുമുള്ള നേതാവാണ്, അശരണരായ മനുഷ്യരുടെ കാവലാളാണ് VS. അതാണ് VSനെ ജനങ്ങളുമായി അടുപ്പിച്ചിരുന്ന കാര്യം. അനീതി എവിടെയുണ്ടോ അവിടെ ചോദിക്കാൻ VS ഉണ്ട്. അത് പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും VS ഉണ്ട്. പാർട്ടി എതിരാണെങ്കിലും VS ഉണ്ടാകും എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് ജനങ്ങളുടെ നേതാവായി VS മാറിയത്. ജനങ്ങളുടെ നേതാവായി VS ഉയർന്നത്, അവരുടെ ഇടനെഞ്ചിൽ VS ഇടം കണ്ടെത്തിയത്. ഇപ്പോൾ ആ പോരാട്ടങ്ങളൊക്കെ അവസാനിപ്പിച്ച് VS മടങ്ങുകയാണ്. ചെറുപുഞ്ചിരിയോടെ മയക്കത്തിലെന്ന പോലെ VS ആ വാഹനത്തിലുണ്ട്. VSനെ അവസാനമായ ഒരു നോക്ക് കാണാൻ റോഡിന് ഇരുവശവും ആളുകൾ കാത്തിരിക്കുന്നു. പോരാട്ടങ്ങളുടെ ഒരു നൂറ്റാണ്ടിന് അന്ത്യമാവുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇനി ഇതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകുമോ? ആർക്കെങ്കിലും ഇനിയുള്ള കാലമെങ്കിലും ഇതുപോലെ ഒരു ജനകീയ നേതാവായി ഉയരാൻ കഴിയുമോ എന്നതൊക്കെ ചോദ്യമാണ്. കാലം തെളിയിക്കേണ്ടതാണ്. VSനെ പോലെ പക്ഷേ VS മാത്രമേ ഉണ്ടാകൂ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. VS എന്ന ജനകീയ നേതാവ് സ്വയം പരുവപ്പെട്ടതാണ്, സ്വയം രൂപപ്പെട്ടതാണ്, സ്വയം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവൃത്തിയിലൂടെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച്, അവർക്ക് വേണ്ടി ഇടപെടലുകൾ നടത്തി, അവർക്ക് വേണ്ടി വാദിച്ച്, അവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തി, അവർക്കൊപ്പം നിന്ന് ആർജിച്ചെടുത്ത ആത്മവിശ്വാസവും അവർക്കൊപ്പമാണെന്ന ബോധ്യവുമാണ് VSനെ ജനങ്ങളുമായി അടുപ്പിച്ചത്. അങ്ങനെ ഒരു VS മാത്രമാണ്. അങ്ങനെ ഒരു ജനകീയ നേതാവ് ഇനി ഉണ്ടാകുമോ എന്നത് സംശയമാണ്. ഭരിക്കില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ.
ഇപ്പോൾ അല്പം വാഹനം അല്പം വേഗതയിലാക്കിയിട്ടുണ്ട്. അതിനൊപ്പം നീങ്ങുന്ന ആളുകളും മനുഷ്യരും അല്പം വേഗതയിൽ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. ചാവടിമുക്കിലേക്കാണ് അടുത്ത പോയിന്റിലേക്കാണ് വാഹനം വിലാപയാത്ര എത്തുന്നത്. അവിടെയും സമാനമായ കാഴ്ചകളാണ്. വലിയ ജനക്കൂട്ടം ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടേക്ക് വിലാപയാത്ര അല്പസമയത്തിനകം എത്തും. മുദ്രാവാക്യം വിളികളോടെ പ്രിയ സഖാവിന് യാത്രയയപ്പ് നൽകുന്ന യുവാക്കളെ നമുക്ക് കാണാം വിലാപയാത്രയ്ക്ക് മുന്നിൽ. ഇപ്പോൾ ചാവടിമുക്കിൽ നിന്ന് വി അരുൺ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, അടുത്ത പോയിന്റിലേക്ക് വിലാപയാത്ര എത്തുകയാണ്. അല്പം വേഗത കൂടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഒപ്പം നടന്നു വന്നിരുന്ന യുവാക്കളൊക്കെ ഓടുകയാണ്. വാഹനം അല്പം വേഗതയിലായിരിക്കുന്നു. അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? ഓരോ പോയിന്റും ഇങ്ങനെ തന്നെയാണ് നീങ്ങുന്നത്. അത്രയധികം ആൾക്കൂട്ടമുണ്ട്, അത്രയധികം ആരാധക കൂട്ടമുണ്ട് കേരളത്തിന്റെ ജനപ്രിയ നേതാവിന്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമൊന്നും ഒരു പോയിന്റ് പിന്നിടാൻ കഴിയില്ല. ഞാനുള്ളത് ചാവടിമുക്കാണ്. ഉള്ളൂരും പോങ്ങുമൂടും ശ്രീകാര്യവും കഴിഞ്ഞ് വേണം ചാവടിമുക്കിലേക്ക് എത്താൻ. ഇപ്പോൾ തന്നെ ഇവിടെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. കുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെ മറ്റ് ആളുകളും ഒക്കെ കാത്തു നിൽക്കുകയാണ് VS-നെ കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ, ഒരു പിടി രക്തപുഷ്പങ്ങൾ അദ്ദേഹത്തിന് അർപ്പിക്കാൻ. VS-നെ കാണാൻ നിൽക്കുകയാണല്ലേ? കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് ആ നേതാവിനെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമായും. VS-നെ കാണാൻ അങ്ങനെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. പാർട്ടി പ്രവർത്തകരാണോ, CPM പ്രവർത്തകരാണോ? ഇല്ല, രാഷ്ട്രീയം ഉണ്ടെങ്കിലും VS എന്നുള്ള വികാരം, ആ രണ്ടക്ഷരം എന്റെ വികാരം, പാർട്ടിക്ക് അപ്പുറമുള്ള വികാരം. അതെ, പാർട്ടിക്ക് അപ്പുറമുള്ളത്. അത് അദ്ദേഹത്തിന് അഴിമതിക്കെതിരെയുള്ള ശക്തമായ നിലപാടുകളും അദ്ദേഹത്തിന് ഉറച്ച നിലപാടുകളും സന്ധിയില്ലാ സമരങ്ങളും ഒരു വീരനായി ഈ നൂറ്റാണ്ട് ഇനി ഇതുപോലൊരു നേതാവിനെ കിട്ടാൻ പ്രയാസമാണ്. അവസാനം എന്ന് കാണാൻ ആഗ്രഹിക്കുകയാണ്. വലിയ തിരക്കുണ്ട് എല്ലായിടത്തും. ഇന്നലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കൊണ്ടുവരുമ്പോൾ മുതൽ വലിയ ആൾക്കൂട്ടമാണ്. ഇങ്ങനെ പോവുകയാണ്, ആളൊഴുകുകയാണ്, ജനസാഗരമാണ്. അത് അത്ര ജനകീയ നേതാവെന്നുള്ള മറ്റേത് ഇത്രയും ഒരു ജനങ്ങളെ ആകർഷിച്ച നേതാവ് ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് രേണുക, ഇതുപോലെ ജനങ്ങളെ ആകർഷിച്ച ഒരു നേതാവ് ഉണ്ടാകില്ല. അത്തരം ഒരു നേതാവ് ഉണ്ടാവുക എളുപ്പവുമല്ല. ഈ പൂക്കൾ അദ്ദേഹത്തിന്റെ കണ്ണേ കരളേ എന്നും തങ്ങളുടെ ചങ്കിലെ റോസാപ്പൂ എന്നൊക്കെയാണ് VS-നെ അണികൾ വിളിക്കുന്നത്. ആ വീരനായകന്, ആ ജനനേതാവിന് ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ് ഇവിടെ. ചുവന്ന പൂക്കൾ അർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ് ഇവിടെ VS-ന്റെ ആരാധകർ, പാർട്ടി പ്രവർത്തകർ, നേതാക്കളൊക്കെ VS-നെ കാണാൻ നിൽക്കുകയാണല്ലേ? അധികം പാർട്ടി പറഞ്ഞിട്ട് വന്നതാണോ അല്ലെങ്കിൽ അല്ലാതെ നമ്മള് ഏറ്റവും വേണ്ട ഇതാളില്ലേ, അപ്പൊ നമ്മളത് മറക്കാൻ പറ്റില്ല. അപ്പൊ അവര് VS-നെ കണ്ടിട്ടുണ്ടോ നേരത്തെ? ദിവസങ്ങളെ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അതൊക്കെ ഇനി അങ്ങോട്ട് ശരി അരുൺ, ഞാൻ അരുണിലേക്ക് തിരിച്ചെത്താം. എന്തായാലും അടുത്ത പോയിന്റ് ചാവടിമുക്കിൽ ആളുകൾ കാത്തു നിൽക്കുകയാണ് VS-ലേക്ക് എത്താൻ. VS എന്ന രണ്ടക്ഷരമാണ്, വികാരമാണ് എന്നവർ പറയുന്നു. നമുക്കൊപ്പം ഇപ്പോൾ TG സജിത്ത് ചേരുന്നു. സജിത്തിനൊപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്. ഈ വിലാപയാത്ര കടന്നു പോകുമ്പോൾ അദ്ദേഹം നമ്മളോട് പ്രതികരിക്കും.